ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 2 തിരുവചനങ്ങൾ എടുത്തുകൊണ്ടാണ്. അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ്: വൃത്തികെട്ടവ ചെയ്യുന്നവർക്ക് വൃത്തികെട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ വചനഭാഗം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം, ഒരു സഹോദരൻ ഏറ്റു പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ഒരു കാലത്ത് നല്ല പ്രതാപത്തിലൊക്കെ കഴിഞ്ഞിരുന്ന, പക്ഷെ കുറേ വൃത്തികെട്ട പരിപാടികൾക്ക് പോയി. അദ്ദേഹം തന്നെ പറഞ്ഞാണ്, ഞാൻ ചെയ്ത കുറേ വൃത്തികേട്, അതിന് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലജ്ജ വളരെ വലുതാണ്. അദ്ദേഹം തന്നെ ഏറ്റു പറഞ്ഞതാണ്. സാമ്പത്തികമായിട്ട് എല്ലാം നഷ്ടമായി. ഭാര്യയും മക്കളും നിവൃത്തികേട് കൊണ്ട് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. വിട്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വിട്ടുപോയാനെ. അതാണ് അദ്ദേഹം പറഞ്ഞത്. നിവൃത്തികേട് കൊണ്ട് അവർ കൂടെ നിൽക്കുന്നു. ഇനി കൂടെ കുത്തിയുള്ള സംസാരം, അതെല്ലാം കേട്ട് ഒരുപാട് മാനസികമായിട്ട് വേദനിക്കുന്ന ഒരു സഹോദരൻ്റെ ഏറ്റുപറച്ചിലായിരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞാണ്, ഞാൻ ചെയ്ത പല കാര്യങ്ങളും വൃത്തികെട്ട കാര്യങ്ങളായിരുന്നു. ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലജ്ജ വളരെ വലുതുമാണ്. ഈ ഒരു സന്ദേശം വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഒന്നാമത്തെ വചനഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങളാണ്. ഞാൻ വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്: സർപ്പങ്ങളെയും വിലകെട്ട ഇഴജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിയ അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിര്യക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. നമുക്കറിയാം, അവർ ചെയ്ത പാപം എത്ര ഹീനമായിരുന്നു, മ്ലേച്ഛമായിരുന്നു. മൃഗങ്ങളെപ്പോലും ആരാധിച്ചു. വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മൃഗങ്ങളെ കണ്ടുപിടിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ സൃഷ്ടിയുടെ മകുടമാണെങ്കിലും മൃഗങ്ങളെ കണ്ടുപിടിക്കുക. യെശയ്യാ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങൾ പോലും എന്നെ ബഹുമാനിക്കുന്നുണ്ട്, എൻ്റെ ജനം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല. 43-ാം അധ്യായം യെശയ്യാ 20 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, മൃഗങ്ങൾ പോലും എന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നുണ്ട്, എൻ്റെ മക്കള് അത് ചെയ്യുന്നില്ല. ഞാൻ അവരെ സൃഷ്ടിച്ചത് എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ, പക്ഷെ അവരത് ചെയ്യുന്നില്ല. കാണാൻ സാധിക്കും, സൃഷ്ടിയുടെ മകുടമായ നമുക്ക് വേണമെങ്കിൽ മൃഗങ്ങളെക്കാൾ ലോ ആയിട്ട് ജീവിക്കാം. മൃഗങ്ങളെക്കാൾ അധപതിച്ച അവസ്ഥയിൽ വേണമെങ്കിൽ നമുക്ക് പെരുമാറാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനം അവരാരാധിക്കുന്നത് മൃഗങ്ങളെ, ഇഴജന്തുക്കളെ, അവയെപ്പോലും ആരാധിക്കുന്ന ആ ഒരു അവസ്ഥ, അത് മൂഢമായ ഒരു പ്രവൃത്തിയാണ്, ഹീനമായ ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് വചനം വ്യക്തമാക്കുന്നുണ്ട്. ഇത് ചെയ്തപ്പോൾ അവരുടെ മേൽ കർത്താവ് അയച്ചത് തിര്യക്കുകളെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയും ഇറാഷണൽ ആനിമൽസ്, തിര്യക്കുകളെ. മൃഗങ്ങളെ ആരാധിച്ചപ്പോൾ അവരെ ശിക്ഷിച്ചത് മൃഗങ്ങളെ കൊണ്ട് തന്നെ. അതാണ് ഈ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. രണ്ടാമതൊരു വചനം കൂടിയുണ്ട്, അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 1-ാമത്തെ വചനം. ജ്ഞാനം 11-ഉം 16-ഉം ഈ 2 അധ്യായങ്ങളിലാണ് ഈ ഒരു സന്ദേശം കർത്താവ് വ്യക്തമാക്കുക. മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അവിടുന്ന് നൽകി. ഈ മൃഗാരാധന നടത്തിയവർക്ക് അതിനുശേഷം കിട്ടിയത് മൃഗങ്ങളിലൂടെ തന്നെയുള്ള ശിക്ഷ. അതാണ് ഈ 2 വചനഭാഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുക. മൃഗങ്ങളുടെ പറ്റം അവരെ വന്ന് പീഡിപ്പിച്ചു എന്നാണ് ഈ വചനഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഹീനമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകരുത്. നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. മറ്റു മനുഷ്യർക്ക് പോലും നമ്മൾ നൽകേണ്ടത് ആദരം, ആരാധനയല്ല. 1 ദിനവൃത്താന്തം 29-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം പഠിപ്പിക്കുന്ന അതാണ്, ദൈവത്തിനുള്ളതാണ് ആരാധന. ദൈവത്തിനുള്ളത്. മനുഷ്യർക്ക് കൊടുക്കേണ്ടത് ആദരം, ആരാധനയല്ല. ദൈവത്തെ ആരാധിക്കുന്നതിൽ തോൽവി സംഭവിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ മനുഷ്യരെ പോലും ആരാധിക്കുന്ന, അതല്ലെങ്കിൽ ഇവിടെ കണ്ട പോലെ മൃഗങ്ങളെപ്പോലും ആരാധിക്കുന്ന ആ പരിതാപകരമായ അവസ്ഥയിലേക്ക് വീണു പോവുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒബാദിയ 1:15 വായിച്ചാൽ അതിൻ്റെ സന്ദേശം അതാണ്. എന്ന് പറഞ്ഞ പോലെ
നമ്മൾ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിക്ക് അതനുസരിച്ചുള്ള ശിക്ഷ നാം സ്വീകരിക്കേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്, സൽപ്രവൃത്തികളാണെങ്കിൽ അതനുസരിച്ചുള്ള അനുഗ്രഹം നമ്മുടെ മേൽ വന്നു വീഴും. നമ്മുടെ വരും തലമുറ അനുഗ്രഹം ഏറ്റെടുക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. അപ്പസ്തോലന്മാരുടെ ഉദരമായിട്ട് കാണേണ്ടതായിരുന്നു യൂദാസിൻ്റെ കയ്യിലിരുന്ന പണസഞ്ചി. ആ പണസഞ്ചിയിൽ നിന്നും അവൻ മോഷ്ടിക്കുമായിരുന്നു. വളരെ ഹീനമായൊരു പ്രവൃത്തി. എങ്ങനെയായിരുന്നു യൂദാസിൻ്റെ അന്ത്യം? 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി 27 അവൻ തൂങ്ങിച്ചത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഒരു വാളിന്മേൽ കമിഴ്ന്ന് വീണ് അവൻ്റെ ഉദരം പിളർന്ന് അവൻ മരിച്ചു എന്നുള്ളത്. നോക്കിയേ, അപ്പസ്തോലന്മാരുടെ ഉദരമായിരുന്ന ആ പണസഞ്ചിയിൽ നിന്നും അവൻ മോഷ്ടിച്ചപ്പോൾ അവൻ്റെ ഉദരം പിളർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഹെരോദിയായുടെ മകള് സലോമി. ഇനി അവളോട് ഹെറോദേസ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും ഞാൻ തരും. അവൾക്കറിയില്ലായിരുന്നു എന്താ ചോദിക്കേണ്ടത്. അവൾ അമ്മയോട് ചോദിച്ചു. അമ്മ ഉടനെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി പോലും വന്നില്ല, സ്നാപക യോഹന്നാൻ്റെ തല ചോദിച്ചു വാങ്ങിക്കാൻ പറഞ്ഞു. അതുപോലത്തെ പ്രതികാരദാഹമായിരുന്നു ആ സ്ത്രീയുടെ ഉള്ളിൽ കടന്നത്. ഇവള് പോയി ചോദിച്ചു, തല കിട്ടി. ഈ സലോമയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? അവിടെ വെള്ളം ഐസായി കിടക്കുന്നിടത്ത് ഡാൻസ് കളിക്കുകയും സ്കേറ്റ് ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരു ഡാൻസിൻ്റെ സമയത്ത് ഐസ് പാളി പൊട്ടിയിട്ട് ഇവൾ അതിനകത്തേക്ക് പോയി. ഇവളുടെ കറക്റ്റ് കഴുത്ത് വരെ എത്തിയപ്പോഴത്തേക്കും ആ ഐസ് പാളി തിരിച്ചു വന്ന് അപ്പോൾ ഇവളുടെ കഴുത്ത് മുറിഞ്ഞിട്ട് തല മാത്രം അതിൻ്റെ മുകളിലിരുന്നു. നോക്കിയേ, തല ചോദിച്ചു വാങ്ങിയിട്ട് അവസാനം അവൾക്ക് കിട്ടിയ ഒരന്ത്യം. അതുകൊണ്ടാണ് വചനം പറയുക, നിന്റെ പ്രവൃത്തി നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. മ്ലേച്ഛമായിട്ടുള്ള പാപപ്രവൃത്തികൾക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുത്താൽ അതുപോലത്തെ ചില ശിക്ഷകൾ നമ്മൾ നേരിടേണ്ടി വരും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം വിട്ടുനിൽക്കുക. ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് ദൈവത്തെ ദർശിക്കണം. കർത്താവിനെ കണ്ടവരൊക്കെ കർത്താവിനെ ആരാധിച്ചു. പുറപ്പാട് പുസ്തകം 34 നമ്മൾ കാണുന്നുണ്ട്, മോശ ദൈവത്തെ കണ്ടു, കമിഴ്ന്ന് വീണ് അവൻ ദൈവത്തെ ആരാധിച്ചു. സംഖ്യ 22:31 ബാലാം ദൈവദൂതനെ കണ്ടു, അവൻ കമിഴ്ന്ന് വീണ് ദൈവത്തെ ആരാധിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 1:28 വായിച്ചാൽ സ്വർഗം കണ്ട എസെക്കിയേൽ നിലത്ത് കമിഴ്ന്ന് കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെ ദർശിച്ചാൽ ദൈവത്തെ നമ്മൾ ആരാധിക്കും. ദൈവത്തെ ദർശിക്കണമെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധി വളരെ ആവശ്യമാണ്. ഹെബ്രായ ലേഖനം 12:14 പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ പറ്റില്ല. നമുക്കിനി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ഈ വിശുദ്ധീകരണം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തെ കണ്ട് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ദൈവജനമായി മാറുവാൻ കൃപ തരണമെന്ന് ദൈവത്തോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.